ഒരു പരീക്ഷാ ചോർച്ച, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ, സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ പ്രതിഷേധം. ഒടുവിൽ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ദിവസങ്ങളായി തുടരുന്ന സമരം, കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ, പോലീസുമായുള്ള സംഘർഷം, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള പിന്തുണ. ഒരു പരീക്ഷയെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിഷേധം എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയ ചർച്ചയായി മാറിയത്? അതിലും പ്രധാനമായി, ഇതൊരു പരീക്ഷയുടെ കഥ മാത്രമാണോ? അല്ലെങ്കിൽ ഇന്ത്യയിലെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പാണോ? നമുക്ക് നോക്കാം. ഇന്നത്തെ പ്രതിഷേധം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പിന്നിലേക്ക് പോകണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട ചോർച്ചകളും ക്രമക്കേടുകളും നിരന്തരം വാർത്തകളായിട്ടുണ്ട്. നീറ്റ് പരീക്ഷയ്ക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിച്ചിട്ടില്ല. ചോദ്യപേപ്പർ ചോർച്ച, ക്രമക്കേടുകൾ, പരീക്ഷയുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ്: ഞങ്ങളുടെ അധ്വാനത്തിന് വിലയുണ്ടോ? പരീക്ഷയിൽ വിജയിക്കാനുള്ള പോരാട്ടത്തെക്കാൾ വലിയ വെല്ലുവിളിയായി മാറിയത് പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസം നിലനിർത്തുക എന്നതായിരുന്നു. ഈ നിരാശയാണ് പിന്നീട് പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. ആദ്യഘട്ടത്തിൽ പ്രതിഷേധം പ്രധാനമായും വിദ്യാർത്ഥികളുടേതായിരുന്നു. പിന്നീട് മാതാപിതാക്കളും അധ്യാപകരും വിവിധ സാമൂഹിക സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചു. ഡൽഹിയിലെ ജന്തർ മന്ദിർ പ്രതിഷേധത്തിന്റെ കേന്ദ്രമായി മാറി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടേക്ക് എത്തിത്തുടങ്ങി. ഇത് വെറും ഒരു ദിവസത്തെ പ്രതിഷേധമായിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയിട്ടും സമരം അവസാനിച്ചില്ല. പകരം കൂടുതൽ ആളുകൾ പങ്കാളികളായി. പ്രതിഷേധത്തിന്റെ ആവശ്യങ്ങളും വ്യക്തമായി. പരീക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കാരം, പരീക്ഷാ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഉറപ്പുകൾ, ഇവയായിരുന്നു ആവശ്യങ്ങൾ. പിന്നീട് പ്രതിഷേധത്തിന് രാഷ്ട്രീയ പിന്തുണയും ലഭിച്ചു. അപ്പോഴേക്കും ഇത് രാജ്യവ്യാപക ചർച്ചയായി മാറിയിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദിർ വർഷങ്ങളായി ദേശീയ പ്രതിഷേധങ്ങളുടെ പ്രധാന വേദിയാണ്. സർക്കാരിന്റെ ശ്രദ്ധ നേടുന്ന പല സമരങ്ങൾക്കും ഇവിടം വേദിയായിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി സമരവും അതേ വേദിയിലാണ് ശക്തി പ്രാപിച്ചത്. പ്രതിദിനം പുതിയ ആളുകൾ എത്തി. സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധ ദൃശ്യങ്ങൾ വൈറലായി. വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും കേൾക്കാനായി: ഞങ്ങൾക്ക് നീതി വേണം. ഈ മുദ്രാവാക്യം പ്രതിഷേധത്തിന്റെ മുഖമായി മാറി. പ്രതിഷേധം ശക്തമായതോടെ പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. മാർച്ചുകൾ തടഞ്ഞു, സുരക്ഷ ശക്തമാക്കി. സംഘർഷ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇതോടെ പ്രതിഷേധം പരമ്പരാഗത മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും കൂടുതൽ ഇടം നേടി. കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിച്ചു. സമരക്കാരുമായി ചർച്ചകൾ ആരംഭിച്ചു. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു. എന്നാൽ സമരം ചെയ്യുന്നവർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു: ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ പോരാ, പ്രായോഗിക നടപടികൾ വേണം. ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു പരീക്ഷയുടെ മാത്രം നടത്തിപ്പിനെക്കുറിച്ചുള്ള പ്രതിഷേധത്തിൽ ഒതുങ്ങുന്നില്ല എന്നതാണ്. ഇന്ത്യയിലെ യുവാക്കളുടെ വിശ്വാസ പ്രതിസന്ധിയെയാണ് ഈ വിഷയം പ്രതിനിധീകരിക്കുന്നത്. വർഷങ്ങളോളം പഠിച്ചിട്ടും പരീക്ഷ എഴുതിയിട്ടും ഫലം വരുന്നതുവരെ പോലും ആശങ്ക. പരീക്ഷാ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതിന്റെ ആഘാതം ഒരു വർഷത്തിലോ ഒരു പരീക്ഷയിലോ ഒതുങ്ങില്ല. ഒരു തലമുറയുടെ ആത്മവിശ്വാസത്തെയാണ് അത് ബാധിക്കുക. അതിനാലാണ് ഈ പ്രതിഷേധത്തിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നത്. ജന്തർ മന്ദിറിൽ ആരംഭിച്ച ഈ സമരം ഒരു പരീക്ഷയെക്കുറിച്ചുള്ള പ്രതിഷേധം മാത്രമല്ല, ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വിശ്വാസം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമായാണ് പലരും ഈ സമരത്തെ കാണുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ ഈ പ്രതിഷേധത്തിന് പരിഹാരമാകുമോ? അല്ലെങ്കിൽ യുവാക്കളുടെ അസന്തോഷം കൂടുതൽ ശക്തമാകുമോ? അത് തീരുമാനിക്കുക വരും ദിവസങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: ഈ പ്രതിഷേധം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു നിർണായക അധ്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.